ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് സദ്യ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. മെയിൻ വിഭവമായിട്ടുള്ള അവിയലാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ട് പച്ചക്കറികളൊന്നും കുഴഞ്ഞു പോവാതെ എങ്ങനെ അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്, നല്ല തരുതരുപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പം എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുന്ന അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 8 10 ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ അതിൻ്റെ ഇലകൾ മാത്രം ഇട്ടിട്ട് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല തരുതരുപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കാറെന്നാൽ ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, അത്രയും മതി. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ അവിയലിന് കറക്റ്റ് സ്ട്രക്ചറും ഇതൊന്നും കിട്ടൂല, അതങ്ങോട്ട് ഒരുമാതിരി കുഴഞ്ഞു പോകും. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് തരുതരുപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആദ്യം തന്നെ ചേന ഉണ്ടല്ലോ, ചേന നീളത്തിൽ അരിഞ്ഞതിട്ട് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേന നീളത്തിൽ അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുമ്പോഴേ നമ്മുടെ അവിയൽ നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിയുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതാവും ബെറ്റർ. അപ്പോൾ ആദ്യം ചേന ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം കിഴങ്ങ് വർഗ്ഗത്തിൽ പെട്ടതാണല്ലോ അത്. അതിന് ശേഷം നമുക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം, അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് മത്തൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറിയും ഒരുമിച്ച് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മുരിങ്ങാക്കായ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ വഴുതനങ്ങ ഇട്ട് കൊടുക്കണം. ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബീൻസ്, പയർ, കൊത്തമര അതിലേതെങ്കിലും ഒരു ഐറ്റം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബീൻസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിൽ കറിവേപ്പിലയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് നമ്മുടെ ഈ അവിയലിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക. കറിവേപ്പിലയുടെ ടേസ്റ്റ് നല്ലോണം കിട്ടണം കേട്ടോ. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുക്ക് ചെയ്തതിന് ശേഷം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ മുളക് പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കാറില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ അവിയലായാലും പല ഭാഗങ്ങളിലും പല രീതിയിലായിരിക്കും ഉണ്ടാക്കിയെടുക്കുക. ഓരോ ഭാഗത്തും വ്യത്യസ്തമായിരിക്കും അല്ലേ. ചിലർ മഞ്ഞൾപ്പൊടി ഇടുക, പാലക്കാട് സൈഡിലൊക്കെ മഞ്ഞൾപ്പൊടി ഇടാറില്ല, വൈറ്റ് കളറിലുള്ള അവിയലായിരിക്കും അവിടെയൊക്കെ ഉണ്ടാവുക. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കേണ്ട. ഇപ്പോൾ തന്നെ അടിയിൽ ആ ഒരു ചേന അതൊക്കെ തന്നെ കിടക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുകളിലേക്ക് വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് അവിയലിനൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നാൽ ഒട്ടും തന്നെ ഇതുപോലെ നന്നായിട്ട് കുത്തി ഇളക്കാനൊന്നും പാടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അങ്ങനെ നമുക്കറിയാൻ പറ്റും ഒരു മുരിങ്ങാക്കായുടെ വേവ് എങ്ങനെയാണെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഇത് വെജിറ്റബിൾസ് വെന്തണോ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായി വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മരത്തിൻ്റെ തവിയൊക്കെ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. അങ്ങനെ നമുക്ക് ഇടയ്ക്കിടന്ന് തുറന്ന് നോക്കിയാൽ മതി. പിന്നെ ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മുരിങ്ങാക്കായ ഒന്ന് ജസ്റ്റ്
ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. കുറഞ്ഞ രീതിയിൽ വെള്ളം അതിലുണ്ട്, അത് അതിൽ തന്നെ നിന്നോട്ടെ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുത്തോളൂ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ ഇതിൽ കുറഞ്ഞ രീതിയിൽ വെള്ളം അതിന് താഴത്തുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ടാവില്ലേ, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശ്രദ്ധിച്ച് മിക്സ് ചെയ്തെടുക്കണേ, പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക. എല്ലാം കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ, ഓവറായിട്ടും ഇല്ല എന്നാൽ വേവാവാതിരുന്നിട്ടുമില്ല, ആ രീതിയിലായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു തേങ്ങയൊക്കെ ആക്കി കൊടുത്തിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരും. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം തുറന്നെടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. പിന്നെ നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈരായിട്ട് ഇതിലേക്ക് യൂസ് ചെയ്ത്, നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പുളിക്കൊക്കെ അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് അധികം പുളിയൊന്നും ഇല്ല, എന്നാലും ചെറിയ പുളിയുണ്ട്, ആ രീതിയിലുള്ള തൈരാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം, പച്ചക്കറികളൊന്നും ഉടയാതെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ അവിയൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് തന്നേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്